നമസ്കാരം. ഇന്നലെ അതായത് ഫെബ്രുവരി 5, 2026 ന്യൂഡൽഹിയിൽ വെച്ച് നടന്നത് വെറുമൊരു പേപ്പർ ഒപ്പിടൽ ചടങ്ങല്ല. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷമായിരുന്നു അത്. ഇന്ത്യയും ഗൾഫ് സഹകരണ കൗൺസിലും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ടേംസ് ഓഫ് റഫറൻസ് ഔദ്യോഗികമായി ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് ഇത്ര വലിയ സംഭവമായിട്ട് പറയുന്നത്? നമ്മൾ കുറെ നാളായി കേൾക്കുന്ന കാര്യമാണ് IMEC, അതായത് ഇന്ത്യൻ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ, യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ വ്യാപാര പാത. പക്ഷേ ഈ പാത യാഥാർത്ഥ്യമാകണമെങ്കിൽ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടായിരുന്നു. ആ വിടവാണ് ഇപ്പോൾ നികത്തപ്പെട്ടിരിക്കുന്നത്. ഈ കരാർ വരുന്നതോടുകൂടി ഇന്ത്യ വെറും ഒരു സർവീസ് എക്കണോമി എന്നതിൽ നിന്ന് ചൈനയെ വെല്ലുവിളിക്കുന്ന ഒരു മാനുഫാക്ചറിംഗ് ജയന്റായി മാറാൻ പോവുകയാണ്. $178 ബില്യണിന്റെ വ്യാപാരം, ലക്ഷക്കണക്കിന് കോടികളുടെ നിക്ഷേപം, IMEC എന്ന ഇടനാഴി, എന്തെല്ലാം ഇങ്ങനെ നടക്കാൻ പോകുന്നു? എന്താണ് ഒന്നിച്ച് നടക്കാൻ പോകുന്നത്? എന്താണ് ഇതിന്റെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ഇന്നലെ നടന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇന്ത്യയുടെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും GCC സെക്രട്ടറി ജനറലുമായിട്ട് ചേർന്ന് FTA നെഗോഷിയേഷൻ തുടങ്ങാനുള്ള ചട്ടക്കൂട് അഥവാ ടേംസ് ഓഫ് റെഫറൻസ് ഒപ്പുവെച്ചു. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ, ഈ 6 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് GCC. നിലവിൽ UAEയുമായിട്ട് നമുക്ക് കരാറുണ്ട്. പക്ഷേ ബാക്കിയുള്ള രാജ്യങ്ങളുമായി വേറിട്ട കരാറുകൾ ഉണ്ടാക്കുന്നതിന് പകരം ഈ ബ്ലോക്കുമായിട്ട് മൊത്തത്തിലുള്ള ഒരു കരാർ ഉണ്ടാക്കുന്നതാണ് ഇന്ത്യക്ക് ലാഭം. ഇനി ഇതിന്റെ ഒരു ചരിത്രം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഈ കരാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. 2004 ഇതിന്റെ ആദ്യ ചർച്ച തുടങ്ങുന്നത്. അന്ന് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്താണ് ഫ്രെയിംവർക്ക് എഗ്രിമെന്റ് ഒപ്പിട്ടത്. പിന്നെ 2006 2008 ചർച്ചകൾ നടന്നെങ്കിലും പാതി വഴിയിൽ മുടങ്ങി. എന്താണ് അന്ന് തടസ്സമായത്? പ്രധാനമായും പെട്രോകെമിക്കൽ ആയിരുന്നു ഇതിലെ പ്രധാന പ്രശ്നം. സൗദിയും മറ്റും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അത് ഇന്ത്യയുടെ ലോക്കൽ കെമിക്കൽ കമ്പനികളെ തകർക്കുമെന്ന ഭയം അന്ന് നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ആത്മവിശ്വാസം മാറി. നമ്മുടെ ഇൻഡസ്ട്രി വളർന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായതും ഈ കരാർ 2026 വീണ്ടും ജീവൻ വെച്ചതും. ഈ കരാർ വരുന്നതോടെ യൂണിഫോം കസ്റ്റം ഡ്യൂട്ടി, അതായത് ഇന്ത്യയിൽ നിന്ന് ഈ 6 രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ അയക്കുമ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ നിയമം എന്നതിന് പകരം ഏകീകൃതമായിട്ടും നികുതിയും കൃത്യമായിട്ടുള്ള നിയമ സംവിധാനവും വരും. നിക്ഷേപകർക്ക് ഒരു ഉറപ്പ് ലഭിക്കും. ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അതായത് ലോസ് എന്ന സംഭവം ഇല്ല. ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് പോകാം. ഫാക്റ്റുകൾ നോക്കാതെ വെറുതെ അനാലിസിസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. 2024-25 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $178.7 ബില്യൺ, അതായത് 15 ലക്ഷം കോടി രൂപയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ 178 ബില്യണിൽ നമ്മൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത് വെറും 57 ബില്യൺ ആണ്. എന്നാൽ ഇറക്കുമതി ചെയ്യുന്നതാകട്ടെ 121 ബില്യണോ, അതായത് 61 ബില്യണിന്റെ വ്യാപാര കമ്മി നമുക്കുണ്ട്. ഇതിന്റെ പ്രധാന കാരണം എണ്ണയും ഗ്യാസുമാണ്. ഈ FTA വരുന്നതോടെ ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഈ വിടവ് നികത്തുക എന്നതാണ്. എണ്ണ വാങ്ങുന്നതിന് പകരം നമ്മൾ അങ്ങോട്ട് ടെക്സ്റ്റൈൽ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഫാർമ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ കൂടുതൽ വിൽക്കും. ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം ഇതാണ്. ഇത് കേരളത്തെ എങ്ങനെ ബാധിക്കും എന്നത്. 2 പ്രധാന ഗുണങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്നാമതായി സ്വർണ്ണവിലയാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ വലിയൊരു പങ്കും വാങ്ങുന്നത് ഗൾഫിൽ നിന്നുമാണ്. FTA വരുന്നതോടെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവയിൽ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ കേരളത്തിൽ ജ്വല്ലറി വിപണിയിൽ അത് വലിയ ചലനമുണ്ടാവും, വില കുറഞ്ഞേക്കാം. രണ്ടാമതായിട്ട് കാർഷിക കയറ്റുമതിയാണ്. കേരളത്തിൽ നിന്നുള്ള പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും ഗൾഫിൽ വലിയ ഡിമാൻഡ് തന്നെയാണ്. പക്ഷേ ഉയർന്ന ഡ്യൂട്ടി കാരണം പലപ്പോഴും മറ്റു രാജ്യങ്ങളോട് മത്സരിക്കാൻ നമുക്ക് കഴിയാറില്ല. ഈ കരാർ വരുന്നതോടെ നമുക്ക് നികുതി കുറയുകയും നമ്മുടെ കർഷകർക്ക് ഗൾഫ് വിപണിയിൽ കൂടുതൽ ലാഭം കിട്ടുകയും ചെയ്യും. ഇനി ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. IMEC പലരും ചോദിക്കാറുണ്ട്, ഇസ്രായേൽ ഹമാസ് യുദ്ധം വന്നതോടെ IMEC ചത്തുപോയോ എന്ന് വരെ. ഇല്ല സുഹൃത്തുക്കളെ, അതൊരിക്കലും നശിച്ചിട്ടില്ല. കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരികയാണ്. ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം UAEയിലേക്ക്, അവിടെ നിന്ന് സൗദി അറേബ്യയിലൂടെ ട്രെയിൻ മാർഗം ഇസ്രായേലിലെ ഫൈഫ തുറമുഖത്തേക്ക്, അവിടെ നിന്ന് വീണ്ടും കപ്പൽ മാർഗം യൂറോപ്പിലേക്ക്. ഇപ്പോൾ നമ്മൾ ഒപ്പുവെച്ച ഈ ഇന്ത്യ GCC കരാർ IMECന്റെ നട്ടെല്ല് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് അയക്കുന്ന കണ്ടെയ്നറുകൾക്ക് ഏകീകൃതമായ ഡിജിറ്റൽ കസ്റ്റംസ് വരും. സമയം ലാഭിക്കാൻ സാധിക്കും. നിക്ഷേപം സൗദി അറേബ്യ ഇന്ത്യയിൽ $100 ബില്യൺ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. IMECന് ആവശ്യമായിട്ടുള്ള റെയിൽവേ ലൈനുകളും പോർട്ടുകളും നിർമ്മിക്കാൻ ഒരു പണം നമുക്ക് ആവശ്യമായി അത് ഉപയോഗിക്കാൻ സാധിക്കും.
ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് GDP-യുടെ 14% ആയിരിക്കുന്നത് ഇപ്പോൾ 7.97 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് വലിയൊരു നേട്ടമാണ്. IMAC വരുന്നതോടെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ചരക്ക് ഗതാഗത സമയം 40% കുറയുകയും ചെലവ് 30% കുറയുകയും ചെയ്യും. ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഭീഷണികളല്ലാതെ സുരക്ഷിതമാവുന്ന ഒരു പാതയായിട്ട് ഇത് മാറും. ഇവിടെ അമേരിക്ക എന്തിനാണ് തലയിടുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കൃത്യമായ കാരണമുണ്ട്. അമേരിക്കയ്ക്ക് ചൈനയുടെ BRI, അതായത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് തകർക്കണം. ഇതിന് ഇന്ത്യയെ വളർത്തണം. IMEC എന്നത് വെറും ഒരു റെയിൽവേ ട്രാക്ക് അല്ല, അതൊരു ഡിജിറ്റൽ കോറിഡോർ കൂടിയാണ്. ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ ഇന്ത്യയിൽ ഡാറ്റാ സെന്ററുകൾ തുടങ്ങുന്നത് ഇതിന്റെ ഭാഗമായാണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ കണ്ട് ലോകം തന്നെ കിട്ടിയിരുന്നു. അന്നു മുതലാണ് ചൈനയുടെ ഗോൾഡൻ പീരീഡ് തുടങ്ങിയത്. കൃത്യം അതേ പാതയിലാണ് ഇന്ത്യ. ഇന്ന് ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് കോസ്റ്റ് എന്ന് പറയുന്നത് 8% താഴെയാണ്. ഇത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും നിലവാരമാണ്. ചൈനയിൽ നിന്ന് കമ്പനികൾ മാറാൻ കാരണം അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല, ഇന്ത്യ നൽകുന്ന ഈ പുതിയ സൗകര്യങ്ങൾ കൂടിയാണ്. ഈ FTA കൂടി വരുന്നതോടെ ഗൾഫിലെ പണവും ഇന്ത്യയിലെ നിർമ്മാണവും യൂറോപ്പിലെ വിപണിയും ഈ മൂന്നും കൂടി ചേരുന്ന ഒരു ട്രയാങ്കിൾ രൂപപ്പെടുകയാണ്. ചുരുക്കത്തിൽ സുഹൃത്തുക്കളെ, ഈ ഇന്ത്യ GCC കരാർ എന്ന് പറയുന്നത് വെറും ഒരു കച്ചവട കരാറല്ല. ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട്. ടെക്സ്റ്റൈൽ, ജെംസ്, IT മേഖലകളിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ ഇത് സൃഷ്ടിക്കും. മലയാളികൾക്ക് ഇത് വലിയ ഗുണം ചെയ്യും. എനർജി സെക്യൂരിറ്റി കൂടി നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള പുതിയ ഊർജ്ജ മേഖലകളിൽ ഗൾഫ് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് കൈകോർക്കും. നമ്മുടെ ലക്ഷ്യം ഏകദേശം $1 ട്രില്യൺ കയറ്റുമതിയാണ്. അതിലേക്കുള്ള ഏറ്റവും വലിയ ചവിട്ടുപടിയായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഇത്രയും വലിയൊരു ജിയോ പൊളിറ്റിക്കൽ മാറ്റം നടക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നത് ഓരോ ഭാരതീയന്റെയും കടമ തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.